വർക്കേഴ്സിന്റെ സമരത്തിന് പിന്നാലെ കേരള രാഷ്ട്രീയമാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. എല്ലാം ദിപ്പ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് പോയി. ബട്ട് നോട്ട് വർക്കിംഗ്, ഒന്നും നടന്നില്ല. ആ കലിപ്പ് മുഴുവനും ആരോഗ്യമന്ത്രി തീർത്തത് മാധ്യമപ്രവർത്തകരോടാണ്. പുരാണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ആരോഗ്യമന്ത്രി കലിപ്പിലാണ്. ആശാ വർക്കേഴ്സ് നിരാഹാര സമരം തുടങ്ങാൻ പോണെന്ന് കേട്ടപ്പോഴല്ലേ ആരോഗ്യമന്ത്രി വീണ്ടും അവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. എല്ലാരും പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. പക്ഷെ ആ ചർച്ചയിൽ ആരോഗ്യമന്ത്രി ആശാ വർക്കേഴ്സിന് വേറൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡൽഹിക്ക് പോകും, കേന്ദ്രമന്ത്രിയോട് സംസാരിച്ച് എല്ലാം റെഡിയാക്കുന്നു. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്ക് വലിച്ചൂട്ടാ. പിറ്റേ ദിവസം തന്നെ ഡൽഹിക്ക് പോയി. സോ ഫാസ്റ്റ്. ഡാക്ടർമാരുടെ കാര്യത്തിൽ തന്നെ ഇൻസെന്റീവ്സ് ഉണ്ട്. ഈ വുമൺ വോളണ്ടിയർ, അതായത് പോളിസി, അത് വളരെ ചോദ്യം അങ്ങനെ കേന്ദ്രം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, കേന്ദ്ര ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കേന്ദ്ര ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടതായിട്ട് ഉള്ളത്. ആശമാരുടെ വിഷയത്തിലെ പല കാര്യങ്ങളും കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് ഞാൻ ഇനി മടങ്ങി വരും എന്ന് പറഞ്ഞിട്ട് വീണ മേഡം മാസായി നടന്നു നീങ്ങി. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? പറഞ്ഞ പോലെ തന്നെയായി, മല പോലെ പോയിട്ട് എലി പോലെ വന്നു. അപ്പോൾ ഞാൻ അപ്പോയിൻമെന്റിന് എൻ്റെ ഓഫീസ് വഴി കത്ത് കൊടുത്തിരുന്നു, റെസിഡന്റ് കമ്മീഷണർ വഴി കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. കേന്ദ്ര ആരോഗ്യമന്ത്രിനെ കാണാൻ പറ്റിയില്ല. ഡൽഹി പോയി കേന്ദ്രമന്ത്രിമാരെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പെർമിഷൻ എടുക്കണ്ടേ? നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അതൊന്നും അറിയാനിട്ടാണാവോ? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? അപ്പോയിന്റ്മെന്റ് തേടിയതിലല്ല പ്രശ്നം. ദേ പോയി ഇതാ വന്നു എന്ന് പറയണ പോലെ അപ്പോയിന്റ്മെന്റ് തേടിയാലാ പ്രശ്നം. എനിക്കിപ്പോ ധനമന്ത്രിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുവോ? അല്ല, അതിന്റെ ഔചിത്യം എന്താണ്? തിരിച്ചു വന്നതിന് ശേഷം വീണ മേഡത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടു. കലിപ്പോ അല്ലെങ്കിൽ കിടന്നുരുളലോ, അങ്ങനെ ആകെ മൊത്തം മാറ്റം. അത് വിശ്വസിച്ചാൽ മതി. എനിക്ക് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ചോദിച്ചോളൂ. എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ എവിടുന്നോ ഒരു പിഴവ് വന്നതുകൊണ്ടാണല്ലോ ശരിക്കും എന്തായാലും മീറ്റിംഗ് നടക്കാണ്ട് പോയത്. മുഖ്യമന്ത്രിയെ പോലുള്ള ഇത്തിരി നല്ലൊരു അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചില്ല? ഹെൽത്ത് മിനിസ്റ്റർ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മുഖ്യമന്ത്രിക്ക് തന്നെ അവതരിപ്പിക്കാമായിരുന്നല്ലോ ഈ വിഷയം. അയ്യോ, അതെങ്ങനെയാ വേണുഗോപാലേട്ടാ? മുഖ്യമന്ത്രി രായാവല്ലേ? രായാവ് ഇങ്ങനെ പണിയെടുക്കണത്? പണിയെടുക്കാൻ ഇവിടെ ഭടന്മാരില്ലേ? മുഖ്യമന്ത്രി അല്ലേ പറയണമായിരുന്നു, ഞാൻ ഹെൽത്ത് മിനിസ്റ്റർ അയക്കുന്നുണ്ട്, ഒന്ന് ഹെൽത്ത് മിനിസ്റ്റർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കണം എന്ന് പറയാമായിരുന്നു. അത് രണ്ടും നടന്നിട്ടില്ലല്ലോ. നോ 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 നോ. മുഖ്യമന്ത്രി അവിടെ ഭയങ്കര തിരക്കിലായിരുന്നു. ആൾക്ക് അവിടെ അതിനൊന്നും നേരം കിട്ടിയില്ല. എത്ര തവണ പറഞ്ഞു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ്. പുട്ടുണ്ട്, കടലുണ്ട്, അപ്പുണ്ട്. അതിന്റെ ഇടയിൽ ആരെങ്കിലും ആശാ വർക്കർമാരുടെ വിഷയം ചർച്ച ചെയ്യാൻ നിൽക്കുന്നു? കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബൻ സംഘത്തിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഡൽഹി യാത്ര, ആ ഡൽഹി യാത്രയുടെ വസ്തുതകൾ ജനങ്ങൾ അറിഞ്ഞതിന്റെ ജാള്യതയിലാണിപ്പോ CPM-ഉം സംസ്ഥാനത്തെ സർക്കാരും. അത് പിന്നെ ആശാ വർക്കർമാരുടെ വിഷയത്തിൽ എന്തായാലും സംസ്ഥാന സർക്കാർ കാശ് കൂട്ടി കൊടുക്കാൻ പോണില്ല. അപ്പൊ പിന്നെ കാശ് ചെലവാക്കി അത്രടം വരെ പോയ സ്ഥിതിക്ക് ക്യൂബൻ ചർച്ചയെങ്കിലും നടത്താമെന്ന് വിചാരിച്ചു. അതൊരു തെറ്റാണോ? ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടല്ലേ? കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലേക്ക് പോകാൻ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ലാതെ വിമാനത്താവളത്തിൽ പോയി കുത്തിയിരുന്ന് നടത്തിയ നാടകം, ആ നാടകത്തെയാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഓ, കൊല്ലു. അത് വീണ്ടും ഓർമ്മിപ്പിക്കല്ലേ? ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. പിന്നെ ഈ ഓണറേറിയം കൂട്ടുന്ന കാര്യം LDF-ന്റെ പ്രകടന പത്രികയിലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയ്ക്ക് സീനാക്കണേ. അല്ല, പ്രകടന പത്രിക പറഞ്ഞത് കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കും, കാലോചിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഈ സമീപനം തുടരും. കാലോചിതമായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ പോവല്ലേ നിങ്ങള്? എല്ലാ കത്തിക്കലും കഴിയാറായില്ലേ? എന്നെങ്ങനെ വല്ല നടക്കോ? ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട്, സാമൂഹ്യ മീഡിയ ഉണ്ട്. ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഉത്തരം എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം കേട്ടോ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, അങ്ങനെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവിടെ. കേന്ദ്ര ആരോഗ്യമന്ത്രിനെ കാണാൻ പറ്റാത്തതിലുള്ള ദേഷ്യം ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ മെക്കെട്ട് തീർത്തു. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ കോംറേഡ്സ് അതികഠിനമായ അക്ഷീണ പ്രയത്നത്തിലായിരുന്നു ഗൈസ്. ആശമാർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ആശമാരെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്.
വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആരോഗ്യമന്ത്രി അവിടുത്തെ ആരോഗ്യമന്ത്രിനെ കാണാൻ പോയപ്പോൾ അനുമതി കിട്ടാത്തതാണ് പുതിയ ചർച്ചാ വിഷയം. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അപ്പോയിൻമെൻ്റ് ഒക്കെ വാങ്ങി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കിട്ടാത്തതിൻ്റെ കാരണം അതിനനുസരിച്ച് നോക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലാതെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ കിട്ടൂലേ. അത് മാത്രമല്ല, ഇത് അവർ കാഷ്വലായിട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അവസാനം കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് വന്നു, അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്താമെന്ന് JP നദ്ദ പറഞ്ഞിട്ടുണ്ട്. വീണ ജോർജ് അവിടേക്ക് വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും JP നദ്ദ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടക്കട്ടെ. ഞങ്ങളുടെ കോംറേഡ്സിന് ഇവിടെ കുറേ പണിയുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, മിനിറ്റിന് ആശാ വർക്കേഴ്സിനെ അധിക്ഷേപിച്ചിട്ട് അവരുടെ മനോവീര്യം തളർത്തലല്ലേ ഞങ്ങളുടെ കോംറേഡ്സിന്റെ പ്രധാന ഉത്തരവാദിത്തം. ചില ബാഹ്യശക്തികളുടെ, ചില ഗൂഢശക്തികളുടെ, ചില വലതുപക്ഷ സംഘടനകളുടെ, വർഗീയ സംഘടനകളുടെ, ചില തീവ്രവാദി ഗ്രൂപ്പുകളുടെ വലയത്തിനകത്ത് അകപ്പെട്ട് നമ്മുടെ പാവം സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കുറച്ചു പേരെ കൊണ്ടുവന്ന ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിച്ചത്. തീവ്രവാദിയാ സമരം ചെയ്യണ ആശാ വർക്കേഴ്സ് ഇത്ര പെട്ടെന്ന് തീവ്രവാദികളായ? അതിപ്പോൾ നിങ്ങൾ തീവ്രവാദി സംഘടനകൾ പലതും ഉണ്ട്. തീവ്രവാദികൾ, പ്രത്യക്ഷമായ തീവ്രവാദികൾ ഇതിപ്പോൾ പറയുന്നില്ല. അവർ അട്ടിമറികളും കുത്തിത്തിരിപ്പുകളും സമാധാന അന്തരീക്ഷം തകർക്കാനും ശ്രമിക്കുന്ന ശക്തികളാണ്. ആ ശക്തികൾ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യക്ഷ തീവ്രവാദി, പരോക്ഷ തീവ്രവാദി, അട്ടിമറിക്കാര്, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവര്, അവരൊക്കെയാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്നത്. രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരാകെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് ആ സമര മേഖലയിൽ ഏതാനും ആശാപ്രവർത്തകരെ കൊണ്ട് ഇരുത്തിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി. ആ സമരത്തിന് അടുത്തത് ഇടതുപക്ഷ വിരുദ്ധര് മാത്രമാണ് ആ സമരത്തിലുള്ളതെന്ന് അടുത്ത താത്വികാചാരി. തൊഴിലാളികളുടെ എല്ലാ സമരങ്ങളെയും അധിക്ഷേപിക്കുകയും തകർക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ഇത് ജനവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പോന്നിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും രാവിലെ ഈ സമരത്തിന് അനുകൂലമായി ദിവസവും സംസാരിച്ച് 41-ാം ദിവസം, 42-ാം ദിവസം, 62-ാം ദിവസം നിരാഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസിദ്ധിയല്ലേ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥത വാർത്ത കൊടുത്തിട്ട് നാട്ടുകാരിക്ക് എത്തിക്കാൻ ലേശം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലെ തൊഴിലാളി വർഗ നേതാവിന്റെ മാസ്മരിക ചോദ്യം. മാധ്യമങ്ങൾ ഇത്ര സജീവമായ പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ ആശാവർക്കർമാരുടെ സമരം ഇപ്പം നടത്തുന്ന സമരം നിൽക്കുക. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലന്മാര് മാധ്യമ പ്രവർത്തകരാണ് കേട്ടാ. മാധ്യമ പ്രവർത്തകർ എന്തിനാണ് ആശാ വർക്കർമാർക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുന്നത്? മാധ്യമ പ്രവർത്തകർ എന്തിനാണ് ആശാ വർക്കർമാരുടെ എല്ലാ അവസ്ഥയും പൊതുമധ്യത്തിലെത്തിക്കുന്നത്? മാധ്യമ പ്രവർത്തകർ എന്തിനാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്യുന്നത്? അതാണ് ഇവിടുത്തെ പുതിയ കണ്ടുപിടുത്തം. ഫ്രഷേ അല്ല കോമ്രേഡ്, അപ്പോ നിങ്ങളിൽ പലരും എന്തിനാണ് ആശമാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? അതിനെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞിട്ട് പോ. എത്രയെങ്കിലും ആവട്ടെ, ആ വിവാദത്തിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ആ വിവാദത്തിൽ നമ്മളെ ഞാൻ മെറിട്ട് ആലോചിക്കുന്നു. ഗവൺമെന്റ് ഇവരെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവരെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ല. A. വിജയരാഘവൻ, EP ജയരാജൻ, എളമരം കരീം, അങ്ങനെ ആശാ വർക്കേഴ്സിനെ അധിക്ഷേപിച്ചവരുടെ ഒരു നെടുനീളം ലിസ്റ്റ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ മറുപടി പറയാൻ നമ്മുടെ കോമ്രേഡിന് ഒരു വിമിഷ്ടം പോലെ. അത് പോട്ടെ, കേന്ദ്രമന്ത്രിനെ കാണാൻ പോയ പോലെ തന്നെ തിരിച്ചു വന്ന ആരോഗ്യമന്ത്രിയുടെ ആ ഒരു ഇതിനെ കുറിച്ച് എന്തുട്ടാ കോമ്രേഡിന് പറയാനുള്ളത്? അങ്ങനെ മുൻകൂട്ടി വാങ്ങാതെയും മന്ത്രിമാരെ കാണാൻ കഴിയണ്ടേ? അപ്പോ ഇത് ഈ പ്രശ്നത്തിന്റെ അടിയന്തര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങൾ കാരണം മന്ത്രി തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കാണ്. ഒരു കുടിശ്ശികയില്ല, ഒരു ആനുകൂല്യങ്ങളും ബാക്കിയില്ല എന്നൊക്കെ പറയാം. എന്നാലുണ്ട്, അതാണ് കേരളത്തിന്റെ കണക്ക്. അടിയന്തര സാഹചര്യം? എന്തുട്ടാ അടിയന്തര സാഹചര്യം? ആശാ വർക്കേഴ്സ് അവിടെ സമരം തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ലല്ലോ അല്ലേ? എന്തായാലും ചർച്ച ചെയ്യാം. കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് വന്ന സ്ഥിതിക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താവുന്നു.